അങ്ങനെ ഞങ്ങൾ ഹൗറ വീടിനോട് ബൈ പറഞ്ഞിറങ്ങി. ഇനി ഞങ്ങളുടെ ലാസ്റ്റ് ക്യാമ്പിംഗ് സ്പോട്ട് മക്കാവ് ബീച്ചാണ്. അപ്പോൾ ഹൗറ വിടുന്നതിന് മുമ്പായിട്ട് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. 2 പിസ്സ മേടിച്ചു. ക്യാമ്പർ വാനിനകത്ത് തന്നെ ഇരുന്ന് തട്ടി, അപ്പോൾ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പിസ്സയൊക്കെ കഴിച്ച് ഞങ്ങൾ ഹൗറയോട് ബൈ പറഞ്ഞു. മക്കാവ് ബീച്ചിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ബ്യൂട്ടിഫുൾ സീനറി ആയിരുന്നു കേട്ടോ. പോകുന്ന വഴിയൊക്കെ ഞാനിങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. നല്ല രസമാണ് കേട്ടോ റൂട്ട്. അപ്പോൾ ഇവിടെ ക്യാമ്പ് ചെയ്യാനുള്ള, മക്കാവ് ബീച്ചിൽ ക്യാമ്പ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാത്ര സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ഹൗറയിൽ നിന്ന് ഓക്ലൻഡിലേക്ക് 5-5.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ പിള്ളേരുമായിട്ട് അത്രയും ഒരു കണ്ടിന്യൂസ് ജേണി വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇവിടെ ഞങ്ങൾ ക്യാമ്പ് ചെയ്യുന്നത്. അപ്പോൾ ദേ ഇവിടെയാണ് ഞങ്ങളുടെ ക്യാമ്പ് ഗ്രൗണ്ട്. അപ്പോൾ എസ്തർ പറഞ്ഞു ഇവിടെ അകത്ത് ഞാൻ കുറച്ച് നേരം ക്യാമ്പർ വാൻ ഓടിക്കാമെന്ന് പറഞ്ഞ് എസ്തർ ഇരുന്ന് ഓടിച്ചുകൊണ്ടിരിക്കുക. എസ്തർ നല്ല സ്റ്റൈലായിട്ട് കാറൊക്കെ ഓടിക്കും കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇതിലും ഇരുന്നിട്ട് അങ്ങനെ എസ്തർ ഓടിക്കും. അപ്പോൾ ദേ ഇതാണ് മക്കാവ് ബീച്ച്. ബ്ലാക്ക് സാൻഡ് ബീച്ചാണ് കേട്ടോ. ഫുൾ ബ്ലാക്ക് സാൻഡാണ്. നോക്കിയേ, ശരിക്കും ഇതിനു മുമ്പ് ഞാനിങ്ങനെ ഒരു ബ്ലാക്ക് സാൻഡ് ബീച്ച് കണ്ടിരിക്കുന്ന ഓക്ലൻഡിൽ പീഹ ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബ്ലാക്ക് സാൻഡ് ബീച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. ഈ കാണുന്നത് ടാസ്മാൻ സീ ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയ്ക്കും ന്യൂസിലൻഡിലും ഇടയ്ക്കുള്ള സീ, ടാസ്മാൻ സീ. ആ ഒരു സീ ആണ് ഞങ്ങൾ ഈ ഫേസ് ചെയ്യുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ വൈകുന്നേരം എത്തിയ, നല്ല തണുപ്പുണ്ടായിരുന്നു, എന്നാൽ പോലും നല്ല രസമായിരുന്നു കാണാനായിട്ട്. ആ ഒരു ക്ലൗഡി ഇതും സൺസെറ്റൊന്നും അങ്ങനെ കാണാൻ പറ്റിയില്ല, എന്നാലും ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് ആയിരുന്നു. പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെ. ഇതൊരു ലോങ് സ്ട്രെച്ച്, വാക്കിംഗ് സ്ട്രെച്ചുള്ള ബീച്ചാണ്. പിന്നെ ഞാൻ എൻ്റെ വെബ്സൈറ്റിലൊക്കെ നോക്കിയപ്പോൾ ഇത് നല്ല ബെസ്റ്റ് ഫിഷിംഗ് സ്പോട്ടാണെന്നാണ് പറയണത്. മീനൊക്കെ പിടിക്കാനുണ്ടെങ്കിൽ വരാൻ പറ്റുന്നൊരു നല്ല ബീച്ചാണ്. അപ്പോൾ അങ്ങനെ വൈകുന്നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ഇങ്ങനെ വാതിൽ തുറന്നപ്പോൾ, ക്യാമ്പർ വാൻ്റെ ഡോറ് തുറന്നപ്പോൾ ഇങ്ങനെ ബീച്ചാണ് ബാക്ക്ഗ്രൗണ്ടിൽ. എന്ത് രസമല്ലേ. മോർണിംഗ് വ്യൂ ആണ് മക്കാവ് ബീച്ചിൻ്റെ. ഇങ്ങനെ രാത്രിയൊക്കെ ഇങ്ങനെ ആ തിരമാലകളുടെ വേവ്സിൻ്റെ ഇങ്ങനെ സൗണ്ടൊക്കെ കേൾക്കായിരുന്നു. അതൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് ക്യാമ്പിംഗ് സ്പോട്ടാണല്ലോ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഓക്ലൻഡിലെത്തി ക്യാമ്പർ വാൻ ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള ഒരു തറോ ക്ലീനിങ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് മോപ്പ് വെച്ചിട്ടൊരു ക്ലീൻ ചെയ്തു. പിന്നെ ദിലു കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ ക്ലീൻ ചെയ്തു. നമ്മൾ വളരെ നല്ലോണം ക്ലീൻ ചെയ്ത് ഒക്കെ വേണം തിരിച്ചു കൊടുക്കാനായിട്ട്. കാരണം അവർ നമ്മളിത് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ഒരു ഇൻസ്പെക്ഷനൊക്കെ ചെയ്യും. അപ്പം മര്യാദയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തില്ലെങ്കിൽ നല്ല ഫൈനൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് ഒക്കെ റെഡിയാക്കി. അങ്ങനെ ഞങ്ങൾ മക്കാവ് ബീച്ചിനോട് ബൈ ബൈ പറഞ്ഞ് ഓക്ലൻഡിലേക്ക് യാത്രയായി. മക്കാവ് ബീച്ചിൽ നിന്ന് ഏകദേശം 3-3.5 മണിക്കൂർ യാത്രയുണ്ട് ഓക്ലൻഡിലേക്ക്. അപ്പോൾ പോകുന്ന വഴി നല്ല രസമായിരുന്നു. ഒരു മിസ്റ്റി മോർണിംഗ് ആയിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തു. ഒരു റിലാക്സ്ഡ് ഡേ ആയിരുന്നു. കാരണം ഞങ്ങളുടെ ക്യാമ്പർ വാൻ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഡേ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടയർഡ്നെസ്സും പിന്നെ കുറച്ച് സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു. ട്രിപ്പ് തീർന്നു പോയല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഓക്ലൻഡിൽ തിരിച്ചെത്തി. ക്യാമ്പർ വാൻ എടുത്ത അതേ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. പിന്നെ ഈ ക്യാമ്പർ വാൻ ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പം ഞങ്ങൾ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞു. ഓൾ ഗുഡ്, എല്ലാം നല്ല ക്ലീൻ ആയിരുന്നു. അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ കാറിലേക്കും ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ മനോഹരമായ ഒരാഴ്ചത്തെ ക്യാമ്പർ വാൻ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോസുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. ക്യാമ്പർ വാൻ ട്രിപ്പ് പോവാത്തവർ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യൂ. അപ്പോൾ ബൈ ബൈ. താങ്ക് യു.